നമസ്കാരം. കേരള വിഷൻ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പുതിയൊരു വാർത്താ ദിനം ആരംഭിക്കുമ്പോൾ നിരവധി വാർത്തകളാണ് നമുക്ക് മുന്നിലുള്ളത്. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ധാരണയായില്ല. 3 മണിക്കൂർ നീണ്ട ചർച്ചയിൽ പല കാര്യങ്ങളും ധാരണയായി, എന്നാൽ അന്തിമ കരാറായില്ല. സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജമ്മു കശ്മീരിലെ കിഷ്ത്വാറിൽ ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ ഇന്നും പുരോഗമിക്കും. 100-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട ഭാര്യ മഞ്ജുഷ സമർപ്പിച്ച ഹർജി ഇന്ന് കോടതിയിലുണ്ട്. തുടങ്ങിയ നിരവധി വാർത്തകളാണ് നമുക്ക് മുന്നിൽ. ആദ്യം നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസിലേക്ക്. റഷ്യ യുക്രൈൻ വെടിനിർത്തലിൽ ധാരണയാകാതെ അലാസ്ക ഉച്ചകോടി. പല കാര്യങ്ങളിലും ധാരണയായി, എന്നാൽ അന്തിമ കരാറായില്ല. നാറ്റോ രാജ്യങ്ങളുമായി ഉടൻ സംസാരിക്കുമെന്ന് ട്രംപ്. യുക്രൈൻ സഹോദര രാജ്യമെന്ന് പുടിൻ. ചർച്ച നീണ്ടത് 3 മണിക്കൂർ. വോട്ടർ പട്ടിക ക്രമക്കേടിൽ വെട്ടിലായ തൃശൂരിൽ കെ സുരേന്ദ്രനെ ഇറക്കി പ്രവർത്തനം ശക്തമാക്കാൻ ഒരുങ്ങി BJP. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ തൃശൂരിൽ മത്സരിക്കും. രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കാൻ സാധ്യത. താമരശ്ശേരിയിൽ 4ാം ക്ലാസ്സുകാരി മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചതോടെ അതീവ ജാഗ്രത. കുട്ടി കുളിച്ച കുളത്തിലെ വെള്ളം സാമ്പിൾ പരിശോധനയ്ക്കായി ഇന്ന് അയക്കും. നടപടി രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ. കുട്ടിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ 4 പേർ പനി ബാധിച്ച് ചികിത്സയിൽ. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ നൽകിയ ഹർജി ഇന്ന് കോടതിയിൽ. ഹർജി കുറ്റപത്രത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി. നവീൻ ബാബുവിനെ അഴിമതിക്കാരനായി ചിത്രീകരിക്കാനുള്ള ബോധപൂർവമുള്ള ശ്രമം നടത്തിയെന്നും ആരോപണം. റിപ്പോർട്ട് പരിഗണിക്കുക കണ്ണൂർ ജുഡീഷ്യൽ കോടതി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴ തുടരും. വടക്കൻ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. തൃശൂരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ജമ്മു കാശ്മീരിൽ മേഘവിസ്ഫോടനത്തിൽ മരണം 60. കാണാതായവർക്കുള്ള തെരച്ചിൽ ഇന്നും തുടരും. ഇനിയും കണ്ടെത്താനുള്ളത് 100ഓളം പേരെ. ഡ്രോണുകളും റഡാറുകളും ഉപയോഗിച്ച് തെരച്ചിൽ ശക്തമാക്കാൻ ഒരുങ്ങി സൈന്യം.